സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ മനം നൊന്ത് തിരുവനന്തപുരത്ത് ആർഎസ്എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തതിൽ ആരോപണ വിധേയരായ ആർഎസ്എസ് പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുത്ത പോലീസ്. സ്ഥാനാർത്ഥിയാകണമെന്ന ആഗ്രഹം ആനന്ദ് പറഞ്ഞിരുന്നില്ല എന്നും ആനന്ദ് കൂടി പങ്കെടുത്ത യോഗത്തിലാണ് വിനോദിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് എന്നുമാണ് ആർഎസ്എസ് പ്രവർത്തകൻ രാജേഷിന്റെ മൊഴി. ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി മത്സരിക്കുന്നതിനെ എതിർത്തിരുന്നതായും അച്ഛൻ കേശവൻ തമ്പി മൊഴി നൽകി. ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഈ ആത്മഹത്യക്ക് കാരണം സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതാണ്. അത്തരം ചില ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉണ്ട് താനും. അതിനിടയിലും കുടുംബാംഗങ്ങൾ പറയുന്നത് സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണല്ലോ. ആരോപണ വിധേയരായവരുടെ പ്രതികരണം എന്താണ് ഡാൻ? ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് പൂജപ്പുര പോലീസ് ഈ കുടുംബാംഗങ്ങളെ അടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം നടത്തി. എടുത്തു പറയേണ്ട കാര്യം, ഭാര്യയുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുക. പക്ഷെ അവർ ഈ മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ തന്നെ വളരെ മാനസികമായി തകർന്ന അവസ്ഥയിലാണ്. പിന്നീട് അവരെ ഈ പൊതുദർശനം നടന്ന ദിവസമൊക്കെ, സംസ്കാരത്തിൻ്റെ ദിവസമൊക്കെ ബോധരഹിതയാകുകയും പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് ഭാര്യയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം നിലവിൽ ആരോപണ വിധേയരായ 3 RSS പ്രവർത്തകരുടെയും അതോടൊപ്പം ഈ ആനന്ദ് കെ തമ്പിയുടെ അച്ഛൻ്റെയും ഭാര്യയുടെ പിതാവിൻ്റെയും മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ അച്ഛനടക്കം, അതായത് ആനന്ദിൻ്റെ അച്ഛനടക്കം മത്സരിക്കരുത് എന്ന് താൻ പറഞ്ഞിരുന്നതാണ് ആനന്ദിനോട് എന്ന്, സ്ഥാനാർത്ഥിയാകരുതെന്ന് പറഞ്ഞിരുന്നതാണ് എന്നാണ് പറയുന്നത്. കാരണം ആ ബിസിനസ് നോക്കി നടത്തുന്നതിനെ അത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം വരുന്നതിനാലാണ് അങ്ങനെ രാഷ്ട്രീയമായി സജീവമായി മത്സരരംഗത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞുവെന്നും അച്ഛൻ കേശവൻ തമ്പി പോലീസ് ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ RSS പ്രവർത്തകൻ രാജേഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. അതായത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ആനന്ദ് പങ്കാളിയായിരുന്നെന്നും വിനോദ് കുമാറിനെ അവിടെ തൃക്കണ്ണപുരത്ത് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് ആനന്ദ് കെ തമ്പിയുടെ അറിവോടുകൂടിയാണ് എന്നുമാണ് രാജേഷ് മൊഴി നൽകിയിരിക്കുന്നത്. അത് അന്വേഷണ സംഘം വളരെ പ്രാധാന്യത്തോടെയാണ് മൊഴി നോക്കിക്കാണുന്നത്. കാരണം പിന്നെ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആനന്ദിനെ നയിച്ചത് എന്ന കാര്യത്തിലാണ് വ്യക്തത തേടുന്നത്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാര്യയുടെ മൊഴിയായിരിക്കും ഇനി ഏറ്റവും നിർണായകമായി മാറാൻ പോവുക. ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷം ഭാര്യയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയും. അന്നേ ദിവസം, ഈ സംഭവം ഉണ്ടായ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ഫോൺ കോൾ വരികയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലാവുകയും ചെയ്തിട്ടുണ്ടോ ആനന്ദ് കെ തമ്പി എന്ന പരിശോധനയാണ് പൂജപ്പുര പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം പാർട്ടിയെയും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ സംഭവമാണല്ലോ. ഇതിൽ പാർട്ടി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ തരത്തിൽ ആനന്ദിന് പാർട്ടിയുമായി ബന്ധമൊന്നുമില്ല എന്ന്. പക്ഷേ ആ പശ്ചാത്തലം പരിശോധിച്ചാൽ അറിയാം. മാത്രവുമല്ല, ഇപ്പോൾ ഇതിൽ തന്നെ കൗതുകകരമായിട്ടുള്ള ഒന്ന്, ഇതിൽ ഈ ആരോപണം നേരിടുന്ന ആൾ പറയുന്നത് ആനന്ദ് കൂടി പങ്കെടുത്ത യോഗത്തിലാണ് വിനോദിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് എന്നുള്ളതാണ്. പാർട്ടി നേതൃത്വം പറയുന്നത് ആനന്ദിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്നാണ്. അതിലൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നില്ല ഡാൻ. ഒരു ഭാഗത്ത് ആനന്ദ് പങ്കെടുത്ത യോഗമുണ്ട് എന്ന് പറയുന്നു, മറുഭാഗത്ത് നേതൃത്വം പറയുന്നു പാർട്ടിയുമായി ഒരു പങ്കുമില്ല എന്ന്. പാർട്ടിയുമായി ഒരു പങ്കുമില്ലാത്തവരാണ് ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന യോഗത്തിലൊക്കെ പങ്കെടുക്കുന്നത് എന്ന ചോദ്യം ഉയരുകയില്ലേ? തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. അതായത് പാർട്ടി ഒരു പ്രതിരോധം തീർക്കാൻ എന്തുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം അടക്കം ആനന്ദിന് BJPയുമായി ബന്ധമില്ല. അദ്ദേഹം ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയുടെ ഭാഗമാണ് കഴിഞ്ഞ 6 വർഷമായി എന്നൊരു വാദമായിരുന്നു സംസ്ഥാന നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ വ്യക്തമാക്കിയത്. പക്ഷേ അതിൽ നിന്ന് വിരുദ്ധമായൊരു മൊഴി RSSന്റെ ഒപ്പമുണ്ടായിരുന്ന സഹയാത്രികൻ കൂടിയായ രാജേഷ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലടക്കം ആനന്ദ് കൂടി പങ്കെടുത്തതാണ് എന്നും അതോടൊപ്പം വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്, തീരുമാനിച്ചത് ആനന്ദ് കൂടി ഇരുന്ന യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് എന്നുമൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാടിനോട് ഘടകവിരുദ്ധമായ ഒരു നിലപാടിലേക്ക് RSSന്റെ പ്രവർത്തകർ തന്നെ എത്തുന്നു എന്നൊരു സാഹചര്യം വരും. അങ്ങനെയെങ്കിൽ പാർട്ടി ഇനി ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ളൊരു ഔദ്യോഗികമായ വിശദീകരണവുമായി രംഗത്തെത്തുമെന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടത് തന്നെയാണോ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള പരിശോധനകളാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്.